ഹായ് ഗായ്സ്, ഇത് മാൽദ്വീപ്സിലെ ഒരു ഐലൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്. വൈകുന്നേരത്തെ കാഴ്ചയാണിത്. വളരെ മനോഹരമായ കാഴ്ച. ഇത് ഹാർബറാണ്, ബോട്ട് ജെട്ടി. നിരവധി ബോട്ടുകളുണ്ട്. സ്പീഡ് ലോഞ്ചേഴ്സ്, നോർമൽ ബോട്ടുകളെല്ലാം തന്നെയുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് സൺസെറ്റ് ടൈമാണ്. ക്ലിയർ സ്കൈ ആയതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കാണാൻ കഴിയും. അതായത് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ, മേഘങ്ങളുടെ മൂടലോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ സൺസെറ്റ് കാണാൻ കഴിയും. നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മാൽദ്വീപ്സിലേക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ടാങ്കറാണ്. പെട്രോൾ ടാങ്കറാണ് ഇതാണ് മാൽദ്വീപ്സിലെ എല്ലാ ഐലൻഡിലേക്കും ഓയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മാൽദ്വീപ്സിലെ എല്ലാ ഐലൻഡിലേക്കും പെട്രോൾ സപ്ലൈ ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള ബോട്ട് മൂലമാണ്. കിലോ ലിറ്റർ കണക്കിന് പെട്രോൾ സ്വരൂപിക്കാൻ കഴിയുന്നതിൽ മാൽദ്വീപ്സിലെ 1200 ഐലൻഡാണ് മാൽദ്വീപ്സിലുള്ളത്. അതിൽ തന്നെ 1200ഓളം ദ്വീപുകളാണ് മാൽദ്വീപ്സിലുള്ളത്. അതിൽ തന്നെ 200ഓളം ദ്വീപുകളിൽ മാത്രമാണ് ആൾ താമസമുള്ളത്. ബാക്കിയുള്ള ഐലൻഡുകളെല്ലാം, ദ്വീപുകളെല്ലാം വെറുതെ ഉള്ള ദ്വീപുകളാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ട്യൂബ് വഴി ഇവർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ഇത് പെട്രോൾ ടാങ്കറാണ്, ഇവിടെയുള്ള ഐലൻഡിലുള്ള ലോക്കൽ ബങ്കറിലേക്ക് പെട്രോൾ നിറച്ചു കൊടുക്കുന്നതാണ്. സൺസെറ്റാണ് ഇവിടെ കാണുന്നത്. അതിമനോഹരമായൊരു കാഴ്ചയാണ്. യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണിത്. ഈ ദ്വീപ് മാലിയിൽ നിന്ന് 190 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ നോക്കാം, നമുക്ക് ഒരു ചെറിയൊരു എൻജിൻ ബോട്ടാണ് വരുന്നത്. ഈ ദ്വീപ് മാലെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും 190 കിലോമീറ്റർ ദൂരെയാണുള്ളത്. ഇവിടെ താമസക്കാർ എന്ന് പറയുന്നത് 600-700 പേരാണ്. അതിൽ തന്നെ 25% ആളുകൾ മാലെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് കുടിയേറിയവരാണ്. വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ കൂടുതൽ സൗകര്യം പ്രതീക്ഷിച്ചിട്ടാണ് അവർ മാലെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകുന്നത്. ഇവിടെ ചെറിയൊരു സ്കൂൾ, അതേപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, പിന്നെ ഫെനേക്ക, ഇവരുടെ ലോക്കൽ ഇലക്ട്രിസിറ്റി ബോർഡാണ്, അതാണുള്ളത്. മനോഹരമായൊരു ദ്വീപാണ്. കുറഞ്ഞ ആളുകൾ, യാതൊരുവിധ പൊള്യൂഷനും ഇല്ലാതെ വളരെ ശുചിയോടെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു എൻജിൻ ബോട്ടിൽ ഉള്ള യാത്ര. സൺസെറ്റാണ്. സൺസെറ്റ് നമുക്ക് കാണാം. സീ വളരെ കാമാണ്. അലകൾ തീരെയില്ല, തിരമാലകൾ തീരെ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഫോക്കസ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങ് ദൂരെയുള്ള ദ്വീപുകളാണ്. ദ്വീപുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ സൂര്യാസ്തമയം വളരെ മനോഹരമായി കാണാൻ കഴിയും. അങ്ങ് ദൂരെ ദ്വീപുകൾ നമുക്ക് കാണാം. യാതൊരു മേഘങ്ങളും ഇല്ലാതെ സൂര്യാസ്തമയം മനോഹരമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സൂര്യാസ്തമയം കാണാൻ അല്ലെങ്കിൽ സൂര്യോദയം കാണാൻ നമ്മൾ കന്യാകുമാരി ആണ് സാധാരണയായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾക്ക് ദിവസേന സൂര്യോദയം അതേപോലെ തന്നെ സൂര്യാസ്തമയം വളരെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയും. ഐലൻഡിൽ നിന്നുള്ള കാഴ്ച തന്നെയാണിത്. വളരെ മനോഹരമായ സൂര്യോദയം നമുക്ക് വീക്ഷിക്കാം. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ
ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഹാർബർ ജെട്ടി ഏരിയ. ഇവിടെയാണ് ടാങ്കർ ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. ടാങ്കർ ബോട്ട്, പെട്രോൾ ടാങ്കർ. ടാങ്കർ ലോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്, അറിയാതെ വന്നുപോയത്. പെട്രോൾ ടാങ്കർ ബോട്ട്. സൂര്യാസ്തമയം മനോഹരമായി നമുക്ക് കാണാം. ഇവിടെ റെഡിഷ് കളർ സൂര്യകിരണങ്ങൾ, ചുവപ്പ് നിറത്തോടു കൂടിയ സൂര്യകിരണങ്ങൾ വളരെ മനോഹരമായി അങ്ങനെ താഴ്ന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ പെട്ടെന്നാണ് ഇത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത്, അസ്തമിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് ഇതേ രീതിയിലുള്ള സൺസെറ്റ് കാണാൻ കഴിയും. ചില അവസരങ്ങളിൽ കാർമേഘം അല്ലെങ്കിൽ മേഘങ്ങൾ മൂലം ഈ കാഴ്ച നമുക്ക് തടസ്സപ്പെടുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാഴ്ച വളരെ മനോഹരമായ ഒരു അനുഭൂതിയാണ്. താഴ്ന്നു തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇനി താഴേക്ക് പോകുന്നത്. അത്രയും സ്പീഡിലായിരിക്കും. മനോഹരമായിട്ടുണ്ട്. മനോഹരമായൊരു കാഴ്ചയാണിത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാൻ കഴിയും. ചുവപ്പ് പരവതാനി വിരിച്ച പോലെയാണ് എല്ലാ ഭാഗങ്ങളും. അതിമനോഹരമായ ഒരവസ്ഥ. മുമ്പ് സൂര്യോദയം കാണാൻ കന്യാകുമാരി പോയൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അന്ന് പോയ സമയത്ത് അവിടെ മേഘം മൂടിയത് കൊണ്ട് നമുക്ക് അസ്തമയവും സൂര്യോദയവും കാണാൻ കഴിഞ്ഞില്ല. വളരെ ഇരുണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ അതിമനോഹരമായിരിക്കുന്നു കാഴ്ച. എത്ര മനോഹരമായിട്ടാണ് ഉള്ളത്. ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂര്യൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ. സൂര്യൻ അങ്ങനെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിട്ട് നാളെ അതിരാവിലെ പൂർവാധികം ഊർജ്ജസ്വലനായി ഉദിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹര കാഴ്ചയാണിത്. സൂര്യൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. താഴ്ന്നു പൂർണ്ണമായും വെള്ളത്തിലേക്ക് പോയി, അസ്തമിച്ചു. മനോഹരമായൊരു കാഴ്ച, അതിമനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിമനോഹര കാഴ്ച. ഓക്കെ, കാണാം. ഇതാണ് ദ്വീപിലെ